KSRTC ബസ്സുകളുടെ കണ്ടീഷനെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ തിരുവമ്പാടി അപകടത്തിന് ശേഷം വീണ്ടും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണം എന്ന് വെൽഫെയർ അസോസിയേഷൻ മാനേജ്മെൻറ്റിനോട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ഇത്തരത്തിൽ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ടും യാതൊരു കുലുക്കവുമില്ലാതെ KSRTC മാനേജ്മെൻറ്റ് ഇരിക്കുന്നു എന്നൊരു തെളിവായിട്ട് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം. പത്തനാപുരത്ത് നിന്ന് ബത്തേരി സൂപ്പർ ഫാസ്റ്റ് പോകുന്ന ബസ്സാണ്. ഇതിൻ്റെ ടയറിൻ്റെ ഇതുണ്ടോ, നൂല് കാണുന്ന രംഗമാണ് കാണുന്നത്. ഒരു ടയർ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന ടയറിൻ്റെ ഇതാണ് നൂല്. മഴക്കാലമാണ്. പിന്നെ നമ്മളിപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ടയറിനും ഇതേമാതിരി തന്നെ ചെറിയൊരു കട്ടിയുള്ളൂ. ഇവിടെയൊക്കെ ഇതാണ് വേണ്ട, ഒരു ഇതുള്ളൂ, ഒരു പാട് മാത്രമേ ഉള്ളൂ. അപ്പുറത്തെ ടയർ ഫ്ലാറ്റ്. തിരുവനന്തപുരം ബത്തേരി സൂപ്പർ ഫാസ്റ്റ് പോകുന്ന ബസ്സാണ്. ഈ ടയർ ഒരു ചെറിയൊരു ഗ്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല. കണ്ടോ, നമുക്ക് കാണുമ്പോൾ ഗ്രിപ്പായിട്ട് തോന്നും, പക്ഷേ ഇത് ഗ്രിപ്പില്ല. ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ, ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ തൊട്ടപ്പുറത്ത് വണ്ടി സർവീസ് പോകാൻ പറ്റില്ല. അതൊന്ന് രേഖാമൂലം ആക്കിയെന്നുള്ളൂ. ഇനിയിപ്പോൾ മറ്റേ റിപ്പോർട്ട് എടുക്കാനായിട്ട് ഇൻസ്പെക്ടർമാർ വരും. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ ഫാസ്റ്റാണ് മുടിയേക്കണത്. ഇതാണ് അതിൻ്റെ നൂലാണ് ഈ കാണുന്നത്. ഇതുണ്ടോ, നൂലാണ്. പ്ലേ പൊട്ടുന്ന രംഗമാണ് കാണുന്നത്. ഒരു 100 കിലോമീറ്റർ പോലും ഓടില്ല. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഓടിയാലും പോയിട്ട് നമുക്ക് സമാധാനമുണ്ട്. ബസ് വഴിയിൽ വീഡിയായാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് ബ്രേക്ക് ചെയ്താൽ നിൽക്കില്ല വണ്ടി. മഴക്കാലമാണ്. സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്. പത്തനാപുരത്ത് നിന്ന് ബത്തേരിക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന വണ്ടിയുടെ ടയറിൻ്റെ ചിത്രങ്ങൾ എടുത്തൊരാൾ അയച്ചു തന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വയനാട് ചുരം കയറി പോകുന്നൊരു വാഹനവും കൂടിയാണ് ഈ ഗ്രിപ്പില്ലാത്ത ടയറുമായി. അപ്പോൾ ഈ RTO ഉദ്യോഗസ്ഥർ KSRTC വാഹനം വഴിയിൽ പരിശോധിക്കണമെന്ന് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണിത്. ടയർ ഇല്ലാതെ ഈ ഉള്ള ടയർ പെറുക്കിയിട്ട് തരും. ഈ ടയറിൻ്റെ പ്രശ്നം അപകടം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഈ ടയർ ഇട്ട് തരുന്നതിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഈ പോകുന്ന വഴിക്ക് ഈ ടയർ പൊട്ടിപ്പോയാൽ ഈ ഡ്രൈവറുടെ പേരിൽ ഈ ടയറിൻ്റെ പൈസ ഈടാക്കാൻ ടയർ ഇൻസ്പെക്ടർമാർ എന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരെ വന്ന് എഴുതി ഈ ടയർ ഇത്രയും ഓടിത്തീർന്ന ഈ ടയർ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ശമ്പളത്തിൽ നിന്ന് പൈസ മേടിക്കുക. ഈ കണ്ണീരടിഞ്ഞ് ഈ അധിക സമയം ജോലിയെടുത്ത് നട്ടല് തകർന്ന് രോഗാതുരമായിരിക്കുന്ന ഡ്രൈവർമാരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന നാണം കെട്ട നിലപാടാണ് KSRTC മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ടയറുകൾ ഇട്ടിട്ട് ഈ 10-100 ആളുകളെയുമായിട്ട് ചുരം കയറി പോകേണ്ട ഒരു വാഹനത്തിൻ്റെ ടയറാണിത്. ഇത്തരം ഞാൻ ഓർക്കുന്നു, പണ്ട് ബത്തേരിയിൽ നിന്നും ചുരമിറങ്ങി വന്ന വാഹനങ്ങൾ RTO ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചു. AMB ഉൾപ്പെടെയുള്ള RTO ഉൾപ്പെടെയുള്ള AMB ഉൾപ്പെടെയുള്ള ആളുകൾ പരിശോധിച്ചിട്ട് 4ഓളം ബസ്സുകൾ സർവീസിന് യോഗ്യമല്ലാതെ പറഞ്ഞ് പിടിച്ചെടുത്തു. അന്ന് KSRTC ഡ്രൈവർമാരുടെ തന്നെ യൂണിയനായിട്ടുള്ള ഡ്രൈവേഴ്സ് യൂണിയനെ കൊണ്ട് വയനാട്ട് സമരം നടത്തിച്ചു. അതാണ് രസം. ഇവരൊക്കെ ഏത് യൂണിയൻകാരാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ഇതിപ്പോൾ നിരത്തി പിടിച്ച് അപകടം നടക്കുന്ന സാഹചര്യം, മഴ പെയ്യുന്നത്, ചുരത്തിലുള്ള പ്രശ്നം, ഹൈവേയിലുള്ള പ്രശ്നം, പണി നടന്നുകൊണ്ടിരിക്കുന്നു, ചെളികൾ നിറഞ്ഞ റോഡുകളിലൂടെ പോകേണ്ടത്. ഈ അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വാഹനം ബ്രേക്ക് ചെയ്താലുണ്ടാകുന്ന അപകടത്തെ നമ്മൾ കാണേണ്ടത്. ഡ്രൈവർ ജയിലിൽ കിടക്കുകയാണ്. ഇപ്പോൾ ഒരു ഡ്രൈവർ ചിറ്റൂർ ഡിപ്പോയിലെ ഡ്രൈവർ ജയിലിൽ ഇതുവരെ ഇറക്കിയിട്ടില്ല. അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ തെരുവുകളിൽ കൊലയാളികളാക്കി മാറ്റുന്നതിന് വേണ്ടി കോർപ്പറേഷൻ തരുന്നതല്ലാതെ, മന്ത്രിവക തള്ളുകളല്ലാതെ, ഈ 11 കോടി രൂപയ്ക്ക് പ്രതിമാസം സാധനം മേടിക്കുന്നുവെന്നത് ഉള്ള കാര്യമല്ലാതെ, ഈ കാശ് അഴിമതി വീരന്മാർ മുക്കുന്നു എന്നുള്ളതല്ലാതെ ആവശ്യത്തിനുള്ള ടയറുകളും സ്പെയർ പാർട്സുകളും KSRTC വാങ്ങിക്കുന്നില്ല എന്നുള്ള വെൽഫെയർ അസോസിയേഷൻ്റെ വാദത്തെ ശരിവെക്കുന്ന തെളിവുകളാണിത്. ഇനിയെങ്കിലും മാനേജ്മെൻറ്റ് കണ്ണു തുറക്കണം. ഇത്തരം അപകടകരമായ സാഹചര്യത്തിൽ ഞങ്ങളുടെ കയ്യിൽ നിന്നും ഡ്രൈവർമാരുടെ കയ്യിൽ നിന്നും ടയർ ഡാമേജ് ഇനത്തിൽ ഞങ്ങളുടെ ഈ നക്കാപ്പിച്ച ശമ്പളത്തിൽ നിന്നും തുറന്നു വാങ്ങിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും നിരപരാധികളായ യാത്രക്കാർ, ഈ വണ്ടിയിൽ കയറുന്നവർ, നിരപരാധികളായി തെരുവുകളിൽ യാത്ര ചെയ്യുന്നവർ, പൊതുജനങ്ങൾ, അവരുടെ സ്വത്ത്, അവരുടെ ജീവൻ, ഇതിനെല്ലാം അപകടത്തിലുണ്ടാക്കുന്ന വളരെയധികം ഈ ഉപേക്ഷപരമായിട്ടുള്ള രീതിയിൽ, വളരെയധികം വൃത്തികെട്ട രീതിയിലാണ് KSRTC മാനേജ്മെൻറ്റ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടയർ, ഇത്തരത്തിലുള്ള ടയർ ഇട്ടുകൊണ്ട്
ഇങ്ങനെ ദീർഘദൂരത്തിൽ ഒരു വാഹനം ഓടിക്കാൻ പാടില്ല. ഇത് RTO അധികാരികളുടെ കണ്ണു തുറക്കണം. ഇത്തരത്തിലുള്ള വാഹനം സർവീസിൽ ഇറക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ, ഡിപ്പോ അധികാരിക്കെതിരെ കർശനമായ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. Thank you.